ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളത്തിൽ 2025 സാക്ഷ്യം വഹിച്ചത് വില്ലന്മാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ബോക്സ് ഓഫീസിൽ എന്നുള്ളതാണ്. നായകന്മാരെ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് വില്ലന്മാർ പൂർണ്ണമായും അഴിഞ്ഞാടിയ വർഷമാണ്. എടുത്തു പറയേണ്ട രണ്ടേ രണ്ട് നായകന്മാരാണ്. ഒന്ന് പ്രകാശ് വർമ്മ തുടരുമെന്ന ചിത്രം, രണ്ട് മമ്മൂട്ടി കളങ്കാവൽ. ഈ രണ്ട് ചിത്രങ്ങളും അത്രത്തോളം ഗംഭീരമായിരുന്നു. ഇവിടെ ആദ്യ സിനിമ തുടരുമെന്ന ചിത്രം വമ്പൻ ഇൻഡസ്ട്രി ഹിറ്റടിച്ചു. മോഹൻലാൽ ചിത്രമാണ്. പക്ഷേ ഏറിയ പങ്കും പ്രേക്ഷകർ ഈ ഒരു സിനിമയെ വിലയിരുത്തിയത് പ്രകാശ് വർമ്മയുടെ സിനിമയുടെ ആയിട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, അതിനകത്തിൽ പറയുന്ന പോലെ ഇതെൻ്റെ കഥയാടാ എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. കാരണം ഈ ഒരു സിനിമ ഈ ഒരു വില്ലൻ ഇല്ലെങ്കിൽ ഒന്നുമല്ലാതായി പോയേനെ. തീർച്ചയായിട്ടും ബ്രാൻഡ് എന്നുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ബ്രാൻഡ് വാല്യൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ ഇത്രത്തോളം എത്തിയത്. പലർക്കും ചോദിക്കാം, ഇങ്ങനെ പ്രകാശ് വർമ്മ അഴിഞ്ഞടിയാലും സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ, വെറും 10 കോടി അടിക്കുമോ എന്നൊക്കെ. ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷേ പ്രകാശ് വർമ്മയുടെ അമ്മാതിരി അസാധ്യമായിട്ടുള്ള ആ ഒരു പ്രകടനം മോഹൻലാലിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 നായകനായി അല്ലെങ്കിൽ നടനായി നിൽക്കുന്ന മോഹൻലാലിനെ പോലും പിന്തള്ളി ആ സിനിമയിൽ അത്രത്തോളം പേരെടുക്കണമെങ്കിൽ അതൊരു ഒന്നൊന്നര വില്ലൻ തന്നെയായിരുന്നു, ഒരു ഒന്നൊന്നര അഭിനയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭാവാഭിനയങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടായില്ലെങ്കിലും പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു വില്ലൻ എങ്ങനെ, അത് കൊടൂരമായിട്ട് നല്ലവനായ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കണ്ട മുഴുവൻ കാണികളെ ഇയാളെ കൈ കിട്ടിയ ഒന്ന് തല്ലുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വില്ലനായി മാറി പ്രകാശ് വർമ്മ. അതെ, ജോർ സാറാണ് ഈ ഒരു സിനിമ. ഇത് നിങ്ങളുടെ മനസാക്ഷി വെച്ച് നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു സിനിമ കണ്ടപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോർ സാറിനെ വേണ്ടിയിട്ട് തന്നെ കണ്ടതാണ്. ഇന്നും അയാളുടെ ഡയലോഗുകൾ, ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ തന്നെയാണ് ഏറിയും പങ്കും സോഷ്യൽ മീഡിയ പോലും പങ്കുവെക്കുന്നത്. നമ്മളുടെ ചുണ്ടിൽ പോലും വരുന്നത് നീ ആരെയാടാ പേടിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സാധനം. അല്ലാതെ വേറെ ഒരു ഡയലോഗ് പോലും ആ സിനിമയിലെ നമ്മുടെ ചുണ്ടിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഇനി കളങ്കാവൽ, മമ്മൂട്ടിയുടെ ചേക്കേറ്റം, അതായത് വില്ലനിലേക്കുള്ള ആ ഒരു ചേക്കേറ്റം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നിനൊന്നിനും മെച്ചം വേറൊരു നടനും ചെയ്യാൻ കഴിയാത്ത തലത്തിലുള്ള അഭിനയത്തിൻ്റെ പൂർണ്ണതയല്ല മമ്മൂട്ടി അഭിനയം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ലെവലിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. 2025 കളങ്കാവൽ വന്നപ്പോൾ അതിലെ വില്ലൻ പൂർണ്ണമായിട്ടും ഒരു രക്ഷയുമില്ലാത്ത വില്ലൻ. ആ ക്ലൈമാക്സിൽ മമ്മൂട്ടി സിനിമയായിട്ട് പോലും അവസാനം മമ്മൂട്ടിയെ കൊല്ലുന്ന സീൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിരുന്നു ആളുകൾ എന്നുള്ളതാണ്. അത്രത്തോളം വെറുപ്പിച്ചിരുന്നു ആ ഒരു ക്യാരക്ടർ. അതെ, സ്റ്റാലിൻ അങ്ങനെ തന്നെയാണ്. നമ്മളുടെയൊക്കെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കുന്ന വെറുപ്പ്, ആ ഒരു രക്ഷയുമില്ലാത്ത വെറുപ്പ്, മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നോട് ആ കാണുന്ന സ്നേഹമായിരിക്കില്ല എന്നുള്ളത്. അതുതന്നെയാണ് സംഭവിച്ചത്. അഭിനയത്തിന് ഇത്രത്തോളം ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കി തരുന്ന ഇന്ത്യയിലെ ഏക നടൻ തന്നെ. ബാക്കി എല്ലാവരും ഒരു കാലഘട്ടത്തിൽ മികച്ച നടനും നടിയുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ വ്യത്യാസം തേച്ചാൽ വീണ്ടും വീണ്ടും മിനുങ്ങുമെന്ന് പറയുന്ന പോലെ തന്നെ ഒരു രക്ഷയുമില്ലാത്ത അഭിനയം തന്നെയാണ്. മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽഡ് ആക്ടിങ്. പലപ്പോഴും കൈ വിറയ്ക്കുന്നതും കാൽ വിറയ്ക്കുന്നതൊക്കെ വലിയ അഭിനയമായി പറയുന്നിടത്ത് ഒരിക്കലും റിപ്പറ്റീഷൻ ഇല്ലാത്ത ലെവലിൽ അഭിനയം കൊണ്ട് നടക്കുന്നു. അതുതന്നെ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ അസാധ്യത എന്ന് തന്നെ പറയാം. പലപ്പോഴും മമ്മൂട്ടി എന്ന നടനിൽ ഒരാൾക്കും വിശ്വാസമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പ്രണയരംഗങ്ങൾ. പക്ഷേ ഇതിലെ 20 നായിക അല്ലെങ്കിൽ 23 നായികമാരോടൊപ്പമുള്ള പ്രണയരംഗങ്ങൾ ഒന്നിനൊന്നിന് വ്യത്യസ്തമായി ഇത്ര ഫ്ലെക്സിബിളായിട്ട് ഒരു നടൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? പലരോടും പല രീതിയിലുള്ള ആ ഒരു പ്രകടനവുമൊക്കെ. പിന്നീട് കൊടൂര വില്ലൻ എന്നുള്ളത് ഭാവാഭിനയം മുഖത്ത് മിന്നിമാഞ്ഞ വർഷമെന്ന് തന്നെ പറയാം. ഒപ്പം കൈകളുടെയും കണ്ണുകളുടെയും എന്തിന് നഖത്തിൻ്റെ വരെയുള്ള ചലനങ്ങൾ ആ റേഞ്ചിൽ തന്നെയാണ്. വേണമെങ്കിൽ ഒരു റിപ്പീറ്റേഷനൊക്കെ നമുക്ക് പലർക്കും പ്രതീക്ഷിക്കാവുന്ന ചിത്രമായിരുന്നു. എന്താണേലും ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് മുകളിലേക്ക് വരില്ല എന്ന് പലർക്കും ആരാധകർക്ക് പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഭ്രമയുഗത്തിനെ വേറൊരു തട്ടിലേക്ക് വെച്ച് ഇത് മാസ്മരികതയുടെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച ചിത്രമാക്കി അങ്ങനെ കളങ്കാവലിനെ ജീവൻ നൽകിയത് അല്ലെങ്കിൽ പൂർണ്ണമാക്കിയത് മമ്മൂട്ടി തന്നെയാണ്. വിനായകൻ എന്ന നായകനെ പിന്നിലാക്കി ഇക്കുറി ഒരു മോഹമാണ്. സംസ്ഥാന അവാർഡിന് മത്സരിക്കേണ്ട ഈ രണ്ട് വില്ലന്മാരാണ്. ബാക്കി ഒരു നായകനും എത്രത്തോളം കൈവിറപ്പിച്ചാലും ഇതിനൊപ്പം എത്തില്ല എന്നുള്ളത് നമുക്കറിയാം. എന്താണേലും ഫൈനൽ റൗണ്ടിൽ ഒരു മാറ്റവുമില്ല. മമ്മൂട്ടി തന്നെ വീണ്ടും സംസ്ഥാന അവാർഡിൽ മുത്തമിടുമെന്നുള്ളതിന് സംശയങ്ങളില്ല. കാരണം അതുതന്നെയാണ് അഭിനയം. ഇനി നാഷണൽ അവാർഡ് എടുത്താലും കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ശ്രമിക്കാം, പക്ഷേ ഇക്കുറി കൊടുത്തേ പറ്റൂ. അതിൻ്റെ മുകളിലുള്ള അഭിനയമായിരുന്നു. വീഡിയോസ് ഇഷ്ടമായ